എന്നാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പണിയുമില്ലല്ലോ. അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വരുന്ന 25,000 ആൾ, ആയിരക്കണക്കിന് ആളുകൾ ഈ പണ്ടാരത്തിൽ പൈസ ഇട്ടാൽ ദിവസവും പിരിവിന് പിന്നെ വല്ലതും ചിന്തിക്കാനുണ്ടോ? വരുമാനം അങ്ങനെ ഉണ്ടാകല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് നിന്ന് തന്നാൽ അതിനല്ലേ ഞങ്ങൾ ഐക്യമൊക്കെ പറഞ്ഞ് നടന്നത്. ഈ വെള്ളം നിങ്ങളെ കൊണ്ട് വിപ്പിക്കാനല്ലേ ഞങ്ങൾ ശ്രമിച്ചത്. അത് നടക്കാതെ പോയത് കൊണ്ടല്ലേ. കണ്ടോ? അപ്പൊ ഇതാണ് ഉദ്ദേശം. പള്ളിയല്ല, പള്ളയാണ്. ആ പള്ളക്കൊരു വള്ളിയിട്ട് വള്ളിയാക്കി ഇറക്കിയതാണ്. അപ്പൊ ഒരു വള്ളിക്കേസാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, ഒരു വള്ളിക്കേസാണ്. അത്രയുള്ള പ്രശ്നം. ഇത് വളരെ വ്യക്തമാണ്. ഇത് ഇയാൾ മാത്രം പറഞ്ഞല്ല, കേരള ശബ്ദത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്താന്നല്ലേ, പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് ഭൂമാഫിയകളെ ഇടപെടുത്തിയിട്ട് ഇതാ വളരെ വമ്പൻ ബിസിനസ് മാത്രമല്ല, അതിന്റെ പ്ലാൻ അടക്കം നിർദ്ദിഷ്ട നോളജ് സിറ്റിയുടെ മാതൃക, ഗൾഫ് മോഡൽ നോളജ് സിറ്റി. എന്നിട്ട് ആ ഭൂമാഫിയ ഇടപെട്ടിട്ട് അവസാനം എന്താ ഹലാൽ ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെന്തെടുക്കുക, പിന്നെ അവിടെ ഉപ്പും ചാക്കിൽ പഞ്ചസാരാന്ന് എഴുതി വെക്കുക. പച്ച ഹറാമ, പേരെന്താ, ഹലാൽ ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ്. കണ്ടോ? ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ മുടി കൊണ്ട് വെച്ച് അതിന്റെ പേരിൽ കച്ചവടം നടത്തുക, പച്ച തോന്നിയാസം നടത്തുക. ഈ രൂപത്തിൽ ഈ സമൂഹത്തെ വഞ്ചിക്കുവാൻ വേണ്ടി ഇവർ നടത്തുന്ന കോപ്രാട്ടികളാണിത് എന്ന് വളരെ വ്യക്തമായി പുതിയ കേരള ശബ്ദത്തിലടക്കം പുറത്തു വരികയാണ്. നോളജ് സിറ്റിയുടെ വർത്തമാനം പുറത്തു വരികയാണ്. മാത്രമല്ല, പുതിയ ടൗൺഷിപ്പ്, ഫ്ലാറ്റുകൾ, വില്ലകൾ എന്തൊക്കെ ന്യായ വരണത്. പലരും മർക്കസിൽ പഠിക്കാൻ വന്ന് താമസിക്കാൻ സ്ഥലമില്ല, അവിടെ ഞങ്ങൾ കുറെ ഫ്ലാറ്റ് ഉണ്ടാക്കിയിടാൻ തീരുമാനിച്ചാണ്. ഈ രൂപത്തിൽ ഈ സമുദായത്തെ പിഴിയുവാനും വഞ്ചിക്കുവാനും ദീൻ കൊണ്ട് കളിക്കുവാനുമാണ് പുരോഹിതന്മാർ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മുസ്ലിം സമുദായം തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, ഇത് കേട്ട എന്റെയും നിങ്ങൾക്കും ഒരു ഉത്തരവാദിത്തം. നമ്മൾ ചിരിച്ചു പോയിട്ട് കാര്യമില്ല. ഞാനും കുറെ ചിരിച്ച്, നിങ്ങളും കുറെ ചിരിച്ച്. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ട ഒരു രംഗുണ്ട്. നമ്മൾ പറഞ്ഞേ പറ്റൂ, മുസ്ലിം ഉമ്മത്ത് മറുപടി പറഞ്ഞേ പറ്റൂ. കാര്യം എന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നബി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വന്നു ഒരുത്തൻ മുസൈലിമ എന്നാണ് അവന്റെ പേര്, മുസൈലിമത്തുൽ കദ്ദാബ് എന്നാണ് അവന്റെ പേര്, അല്ലേ? അതുപോലെ വേറൊരുത്തൻ വന്നു, അബൂഹറത്ത് ബിൻ കഅബ് അസ്വദുൽ അൻസി എന്ന ആ അബൂഹറത്ത് ബിൻ കഅബ് വന്നു. എന്താ പറഞ്ഞത്? കള്ളപ്രവാചകനായിക്കൊണ്ടാണ്, പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ടാണ്. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി വന്നു, പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ടാണ്. മുസ്ലിം സമുദായം അവരെ പടിക്ക് പുറത്താക്കി മാറ്റി നിർത്തി. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പടപ്പുറപ്പാട് നടത്താൻ കൽപ്പിച്ചു. നമുക്കറിയാം, റസൂലുള്ള വഫാത്താകാൻ വേണ്ടി വിരിപ്പിൽ കിടക്കുമ്പോൾ ഉസാമ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെടാൻ നിൽക്കണം. ആ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് പ്രവാചകൻ വഫാത്തായി. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആദ്യത്തെ ഉദ്യമം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അതേ മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള പടയൊരുക്കം അവർ നടത്തി. അതുപോലെ തന്നെ ഈ പറയപ്പെട്ട കള്ളപ്രവാചകന്മാർക്കെതിരെയുള്ള പടയോട്ടം നടത്തിയവര്. അതുപോലെ മുസ്ലിം സമുദായം ഈ രൂപത്തിൽ കള്ളപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒറ്റപ്പെടുത്തി. ഇവിടെ കാന്തപുരം മുസ്ലിം എന്താ, കാന്തപുരം മുസ്ലിം അതിന് നേരെ മറുവശം ഒരു മുടിയെടുത്തിട്ട് അത് നബിയുടെ പേര് ചാർത്തി കൊടുക്കുകയാണ്. നബിയുടേതല്ലാത്തത് നബിയിലേക്ക് ചേർക്കുകയാണ്. നബിയുടേതല്ലാത്തത് നബിയിലേക്ക് ചേർക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതെ, കള്ളപ്രവാചകൻ വന്നുകൊണ്ട് പ്രവാചകനല്ലാത്ത ഒരാൾ പ്രവാചകനാണെന്ന് വാദിച്ചതുപോലെ പ്രവാചകന്റേതല്ലാത്തത് പ്രവാചകന്റേതാണെന്ന് വാദിക്കുന്ന ഈ കാപട്യവും ഈ കപടതയും ഈ കുഫ്റും അതുപോലെ ഈ തോന്നിവാസവും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷരം കൊണ്ടുപോലും ഒരു ഹർഫ് കൊണ്ടുപോലും അനുകൂലിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തുക മുസ്ലിം സമുദായം, മാറ്റി നിർത്തുക മുസ്ലിം സമുദായം. കൃത്യമായി നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ചേ പറ്റൂ. ഇവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് ഇവരെ വ്യക്തമായി ഇതിന്റെ പേരിൽ മുസ്ലിം സമൂഹം താക്കീത് കൊടുത്താലല്ലാതെ ഒരിക്കലും നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ പ്രവാചകനെ കൊണ്ട് കളിക്കുന്നവനാണ്, പ്രവാചകനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ കളിക്കുന്നവനാണ്. അത് പ്രവാചകനെ ഒരു വിപണിയിലെ ചന്തയിലെ ഒരു ചരക്കാക്കി വെച്ചിട്ട് അതുവഴി ബിസിനസ് നടത്താൻ മുന്നിട്ടിറങ്ങിയ ഈ വർഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തമായ നിലപാട് മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടതുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനത ഉത്ബുദ്ധമാകുന്നുണ്ട്. പലരും പറ്റിക്കപ്പെട്ടിട്ടുണ്ട്.
കബളിപ്പിക്കപ്പെട്ടു. എത്രത്തോളം നമ്മുടെ മുസ്ലിം ലീഗിന്റെ നേതാവ് തങ്ങളെ വരെ പറ്റിച്ചു. 1000 കൂപ്പണുമായിട്ട് അവിടെ വീട്ടിൽ ചെന്നു. തങ്ങള് അവിടെ ചെന്നപ്പോ കൂപ്പൺ എടുത്തു. ഇവര് മാറി നിന്നിട്ട് ഫോട്ടോ എടുത്തു. മനസ്സിലാക്കണോ? 1000 അല്ല വേണ്ടത്, ഫോട്ടോ വേണ്ടത്. തങ്ങൾക്കൊരു കൂപ്പൺ കൊടുത്തിട്ട് ഒരുത്തൻ മാറി നിന്ന് ഫോട്ടോ എടുത്തു. തങ്ങൾ വിചാരിച്ചു വല്ല ഫോട്ടോ എടുത്ത് സാധാരണ പത്രക്കാരൊക്കെ എടുക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയതാണ്. പിറ്റേന്ന് ഫ്ലെക്സി കയറി മലപ്പുറം ജില്ലയിലെ എല്ലായിടത്തും തങ്ങൾ വരെ കൂപ്പൺ എടുത്തിരിക്കുന്നു, തങ്ങൾ വരെ കൂപ്പൺ എടുത്തിരിക്കുന്നു. പിന്നെ ആ പേരും പറഞ്ഞാൽ വിൽപ്പന. അവസാനം ആ തങ്ങൾ തന്നെ പ്രസംഗിക്കേണ്ടി വന്നു. എന്റെ ഫ്ലക്സ് എവിടെയെങ്കിലും കേട്ടാ നിങ്ങൾ വലിച്ചു കീറുക. എനിക്കറിയില്ല. മാത്രല്ല ഇത് സമുദായത്തെ വഞ്ചിക്കാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്ന ഏർപ്പാട് നിർത്തിയിട്ട് വാങ്ങിയത് തിരിച്ചു കൊടുക്കണം. പള്ളിക്ക് വേണ്ടി ഭരിച്ച പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ഒരു മതാധ്യക്ഷൻ എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയാവുന്ന, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയാവുന്ന, അതുപോലെ ഇവിടുത്തെ സമസ്തക്കാരുടെ നായകൻ എന്ന് പറയാവുന്ന ഒരു തങ്ങള് പറഞ്ഞ ചരിത്രം ആദ്യമാണ്. ഈ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പള്ളിക്ക് വേണ്ടി പൈസ തിരിച്ചു കൊടുക്കുന്നത്. കാരണം ജനങ്ങളെ വഞ്ചിച്ച് ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ടാണ് ഈ രൂപത്തിൽ ഫണ്ട് പിരിവ് നടത്തുന്നത് മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കണം. വഞ്ചിച്ച് തട്ടിച്ച് പൈസ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തങ്ങൾ പറയേണ്ടി വന്നു. നിങ്ങൾ മനസ്സിലാക്കി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിലാരും തന്നെ ഒരിക്കലും വഞ്ചിതരാവരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാനുള്ളത്. കെട്ടുകഥകളും അതേപോലെ തന്നെ ഇല്ലാത്ത കഥകളുമായിക്കൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ് ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രസ്താവനകളോ പ്രസിദ്ധീകരണമോ ഇറക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശരിക്കും ശരിയായ ഒന്നല്ല, മറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം തന്നെ ചവറ്റ് കുട്ടയിലേക്ക് വലിച്ചേറിയേണ്ടതുണ്ട് എന്ന് ഈ രൂപത്തിൽ ഈ സമൂഹത്തെ കബളിപ്പിക്കാൻ ബോധപൂർവം ഇറങ്ങിത്തിരിക്കുക, ഈ സമൂഹത്തെ വഞ്ചിക്കുവാൻ ബോധപൂർവം ഇറങ്ങിത്തിരിക്കുക. ഇവരെ കണ്ടറിയുകയും നിർത്തേണ്ടിടത്ത് നിർത്തുകയും ചെയ്യേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിൽ ഉണ്ട് എന്ന് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.